അന്ന് രാത്രിയാണ് വീട് കത്തുന്നത്. ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ അബൂ ഷൈബ ബുഖാരിയുടെ ഉസ്താദ് കള്ളം പറഞ്ഞു നിങ്ങൾ പറ. അല്ലെങ്കിൽ എന്ത് മനസ്സിലാക്കണം? എന്തുകൊണ്ടാണ് ഫാത്തിമ ബീവിയുടെ വീട് ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടത്? ഇയാളുടെ പ്രസംഗത്തിൽ ഉദ്ധരിച്ചപ്പോഴും അതുപോലെ തന്നെ ഷിയാക്കൾ അവിടെ ഗന്ധങ്ങൾ ഉദ്ധരിക്കുമ്പോഴും ഈ മുസന്നഫ് ഇബ്ൻ അബി ഷൈബയുടെ ഹദീസ് മുഴുവൻ ഉദ്ധരിക്കാറില്ല. ഷിയാക്കളുടെ മൊത്തം ഏർപ്പാടാണ്. ചേകനൂരിൻ്റെ ആളായിരുന്നു. ഒരു കിതാബ് കൊണ്ട് വായിക്കുക, എന്നിട്ട് വാലും തലയും പെട്ടിട്ട് എന്നിട്ട് തങ്ങളുടെ സ്വന്തം ആശയങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് തിരികെ കയറ്റുക. അതുകൊണ്ട് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, മുസന്നഫ് ഇബ്ൻ അബി ഷൈബയിൽ എവിടെയാണ് ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ വീട് അന്ന് രാത്രി കത്തി, അബൂബക്കർ റളിയല്ലാഹു കത്തിച്ചു, ഉമർ റളിയല്ലാഹു വീട്ടിൽ വന്നു, തീയിട്ടു എന്ന് എവിടെ ഉണ്ട്? ഇനി ഇവിടെ ഇത് കേൾക്കുന്ന സാധാരണക്കാർ അടിവരായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ മുന്നിൽ വെച്ചുകൊണ്ട് അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമ അവരെ പ്രതികളാക്കിയിട്ടാണല്ലോ ഇതൊക്കെ ഇയാൾ പറഞ്ഞു പരത്തിയത്. ശരിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിന് സാക്ഷികളായ സ്വഹാബികൾ ഉണ്ടാവുമല്ലോ. ആരാണ് ഇതിന് സാക്ഷികളായ? എത്ര സ്വഹാബികൾ? അവരിൽ ആരാണ് ഇതിന് സാക്ഷികളായിട്ടുള്ളത്? ഇസ്ലാമിൻ്റെ അഹ്ലുസുന്നയുടെ അടിത്തറ തകർക്കാൻ ഇസ്ലാമിലേക്ക് കടന്നു കയറി ആഗോളതലത്തിൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ജൂതചാരന്മാരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഷിയാക്കൾക്ക് താരതമ്യേന പ്രചരണം കുറഞ്ഞ, അവരുടെ ആശയ പ്രചരണങ്ങൾക്ക് സാധ്യത കുറഞ്ഞ മണ്ണാണ് നമ്മുടെ കേരളം. ഇല്ല എന്ന് പൂർണ്ണമായി നിഷേധിക്കാനും സാധ്യമല്ല. കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് പൊതുവെ ഷിയായിസത്തോടുള്ള താല്പര്യക്കുറവ് അറിയാവുന്നത് കൊണ്ട് തന്നെ അവരതിനെ പെട്ടെന്ന് തിരിച്ചറിയും എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രത്യക്ഷത്തിൽ വരാതെ വ്യത്യസ്തങ്ങളായ വ്യക്തികളിലൂടെയും രീതിശാസ്ത്രത്തിലൂടെയും ഷിയായിസം മുസ്ലിമീങ്ങളുടെ ഉള്ളിലേക്ക് കടത്തിവിടാൻ പല രീതിയിലുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ രീതിയിൽ കേരളത്തിൽ ഷിയായിസത്തിൻ്റെ പ്രചാരകനായി മുസ്ലിമീങ്ങളുടെ പേരിൽ അഹ്ലുസുന്നയുടെ പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് CH മുസ്തഫ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രസംഗങ്ങളിലൂടെയും എഴുത്തുകളിലൂടെയും എല്ലാം ഇത്തരം ആശയങ്ങൾ, ഹദീസുകൾ നിന്ദിച്ചും അതുപോലെ തന്നെ സ്വഹാബത്തിന് ചീത്ത പറഞ്ഞുമെല്ലാം കടത്തിക്കൂട്ടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും, പ്രചരിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ അനേകം സംസാരങ്ങളും മറ്റും ഉണ്ടെങ്കിലും ഇന്ന് നമ്മൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ചർച്ചക്കെടുക്കുന്നത്. ഒരുപാട് വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. ഒന്നാമതായി അദ്ദേഹത്തിൻ്റെ ഒരു ക്ലിപ്പ് കേട്ടുകൊണ്ട് ഹദീസുകളുമായി അദ്ദേഹം ആരാണ് എന്ന് മനസ്സിലാക്കി തരുന്ന പ്രമാണങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സമീപനം വിശദീകരിക്കുന്ന ഒരു ക്ലിപ്പ് കേട്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ചർച്ച ആരംഭിക്കാം. നാം ഹദീസ് സ്വീകരിക്കാത്ത പ്രശ്നമില്ല. ഹദീസ് പ്രമാണമാക്കാൻ യോഗ്യമല്ല എന്നേ നമ്മൾ പറയുന്നുള്ളൂ. ഹദീസ് പ്രമാണമല്ല. ഒരു ചരിത്രരേഖ എന്ന നിലക്ക് ഹദീസുകളെ നിരൂപണ ബുദ്ധിയ വിലയിരുത്തുകയും പഠിക്കുകയും ചെയ്യുന്നത് നല്ലതാണെന്നാണ് നമ്മുടെ പക്ഷം. അഹ്ലുസുന്ന എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഇയാൾ ഹദീസ് പ്രമാണമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആശയങ്ങൾ പറയാൻ തുടങ്ങുന്നത്. ഇദ്ദേഹത്തിൻ്റെ പല വിഷയങ്ങളും നമ്മൾ മുമ്പ് ഇതേ പ്രൂഫ് പോയിൻ്റിൽ തന്നെ പല വിഷയങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ രീതി എന്താണെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പോകും, അതിനാരെങ്കിലും മറുപടി പറഞ്ഞാലൊന്നും അത് ശ്രദ്ധിക്കാതെ അയാൾക്ക് എന്താണോ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം അതിങ്ങനെ നിർവഹിച്ച് പോകുക എന്നുള്ളതാണ്. ഇദ്ദേഹം ആരാണ് എന്ന് ഈ ഒരു സംസാരത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഹദീസ് പ്രമാണമല്ല എന്ന് പറയുന്ന ഒരാൾ, അയാൾ പിന്നെ ഇസ്ലാമിൻ്റെ ഉള്ളിലുണ്ടോ അല്ലേ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഹദീസ് പ്രമാണമല്ല എന്ന് പറയുമ്പം അള്ളാഹുവിൻ്റെ പ്രവാചകന് അള്ളാഹു നൽകിയ മുഴുവൻ വഹയ്കളും ഞാൻ സ്വീകരിക്കുകയില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഒമാതാക്കുമുർ റസൂൽ ഫഖുദൂഹു, നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകന് കിട്ടിയതെല്ലാം നിങ്ങൾ സ്വീകരിക്കണം. വല്ലദി അൻസല അലൈക്കൽ കിതാബ് വൽ ഹിക്മ, അള്ളാഹു നിങ്ങൾക്ക് പ്രവാചകൻ്റെ പേരിൽ ഖുർആൻ സുന്നത്ത് ഇറക്കിയിട്ടുണ്ട്. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് സുന്നത്താണ്. അപ്പോൾ ആ വിശുദ്ധ ഖുർആൻ മാത്രമേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ. അതും ഇയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഖുർആൻ മാത്രമല്ല എല്ലാ വേദങ്ങളും സത്യമാണെന്നാണ് ഇയാളുടെ വാദം. പിന്നെ മുസ്ലിമീങ്ങൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഒരു ഖുർആൻ്റെ ആളായിട്ട് സംസാരിക്കണം. ഇനി പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി ചെല്ലുമ്പോൾ അവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ആളാവും. ഇനി വേറെ എന്തെങ്കിലും അവസ്ഥയിൽ ചെല്ലുമ്പം അതിങ്ങനെ നിറമാറ്റം ഈ ആളുകളൊക്കെ ഒരു രീതിശാസ്ത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ പ്രമാണങ്ങൾ സ്വീകരിക്കുകയില്ല, ഹദീസ് ഞാൻ സ്വീകരിക്കുകയില്ല എന്ന് പറയുന്ന അത് പിന്നെ പ്രഖ്യാപിക്കുന്നൊരു വ്യക്തിയാണ് ഇയാൾ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ അജണ്ടയാണ് ഇയാൾ
പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഖുർആനും സുന്നത്തും ഒരുപോലെ സ്വീകരിക്കാതിരുന്നാൽ, ഇപ്പോൾ ഖുർആൻ മാത്രം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഖുർആൻ്റെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഖുർആൻ്റെ പല കാര്യങ്ങളും മനസ്സിലാക്കാതിരിക്കുമ്പോൾ അവ്യക്തത ഉണ്ടാകും, അപ്പോൾ ഖുർആൻ സ്വീകരിക്കാത്ത അവസ്ഥ ഉണ്ടാകും. അതാണ് ഇവിടെയൊക്കെ ലക്ഷ്യം. ഇപ്പോൾ ഇസ്ലാമിൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്നു, അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ തള്ളിക്കളയുന്നു, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമുക്ക് കൈമാറിത്തന്ന സഹാബത്തിനെ ഇയാൾ ഭത്സിക്കുന്നു. ഇതൊക്കെയാണ് ഇയാളുടെ ഒരു യഥാർത്ഥ ചിത്രം. ആ ചിത്രം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇയാൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തേണ്ടത്. കാരണം ഒരു ഇസ്ലാമിനെ നന്നാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ രക്ഷിച്ചെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അഹ്ലുബൈത്തിനോട് അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തോട് ഉള്ള അതിയായ സ്നേഹം കൊണ്ട് ഒന്നൊന്നുമല്ല ഇയാൾ പറയുന്നത്. അപ്പോൾ ഇതൊരു കൃത്യമായി നമ്മൾ ആമുഖമായിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഇതിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട് ഈ ഒരു സംസാരത്തിൻ്റെ ബാക്കി കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും ഒന്നാമതായി നമുക്ക് എടുക്കാനുള്ളത് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വഫാത്തിൻ്റെ തീയതിയിൽ എന്തുണ്ട്, ഒരു 40 ദിവസം കഴിഞ്ഞിട്ടാണ് വഫാത്തായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം 3 മാസം കഴിഞ്ഞിട്ടാണ്, 6 മാസം കഴിഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞ് അതിൽ ഭയങ്കരമായ വൈവിധ്യങ്ങളും ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമം അദ്ദേഹം നടത്തുന്നൊരു ഭാഗം കൂടി കേൾക്കാം. എന്നിട്ട് ഉസ്താദ് വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. പ്രവാചകന്റെ മരണശേഷം എല്ലാ കാര്യങ്ങളും അക്കമിട്ട് ഡേറ്റ് ഇട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പ്രവാചകന്റെ മകൾ മരണപ്പെട്ട ദിവസത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്? പ്രവാചകൻ്റെ മരണശേഷം എല്ലാ കാര്യങ്ങളും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. പ്രവാചകൻ്റെ മരണശേഷമല്ല, പ്രവാചകനായത് മുതൽക്കു തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ പിന്നെ ഇദ്ദേഹം തന്നെ സമ്മതിച്ചു എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ആദ്യം പറഞ്ഞെന്താ, ഹദീസ് എന്നൊക്കെ പറഞ്ഞ ഭാവന നിർത്തതാണ്. അപ്പോൾ വൈരുദ്ധ്യമാണ് ഇയാളുടെ സംസാരത്തിൻ്റെ. അതിൻ്റെ ബാക്കി എന്ന് വെച്ചാൽ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ഭാവനയിൽ നിർത്തി എഴുതിയതാണ്. ഇപ്പം ഇദ്ദേഹം പറഞ്ഞു പ്രവാചകൻ്റെ ഇത് പറയാൻ ഇയാൾക്ക് വേറെ ലക്ഷ്യമുണ്ട്, അതിനാണ് ഇയാൾ പറഞ്ഞത്. പ്രവാചകൻ്റെ കാലശേഷം എല്ലാ കാര്യങ്ങളും വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ബദർ എന്നാ നടന്ന് നമുക്കറിയാം, ഒക്കെ ശരിയാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മരണത്തിൻ്റെ തീയതിയിൽ വ്യത്യാസമുണ്ടായി? എന്നിട്ട് ഇയാൾ ഉദ്ധരിക്കണം എന്ന് വെച്ചാൽ തൊബരിയുടെ റിവായത്താണ്. തൊബരിയുടെ കിതാബിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മരണവുമായി കൊണ്ട് ബന്ധപ്പെട്ട 40 അഭിപ്രായം, അഥവാ റസൂൽ മരിച്ച് 40 ദിവസം എന്നുണ്ട്. അതുപോലെ തന്നെ പ്രവാചകൻ്റെ മരണശേഷം 3 മാസം കഴിഞ്ഞിട്ടാണെന്നുണ്ട്. അതുപോലെ തന്നെ 6 മാസം കഴിഞ്ഞിട്ടാണെന്നുണ്ട്. എന്നിട്ട് ഇമാം തൊബരിയുടെ ഗന്ധമാണ് ഇത്തരം ആളുകൾ പലപ്പോഴും ഇവരുടെയൊക്കെ വികലവാദങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി ഉന്നയിക്കാറുള്ളത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇമാം തൊബരി ഒരു ചരിത്രകാരനാണ്, അദ്ദേഹം ഒരു മുഫസ്സിറൊക്കെയാണ്. പക്ഷേ ആ തൊബരിയുടെ ആമുഖത്തിൽ തന്നെ അദ്ദേഹം വളരെ വ്യക്തമായി എഴുതിയൊരു കാര്യമുണ്ട്. ഇപ്പം ഞാനിതിൽ കൊടുക്കുന്നതെല്ലാം സനദോടു കൂടിയാണ്. അതായത് പണ്ഡിതന്മാർ സാധാരണ പറയാറുണ്ട് സനദ് സഹിതമ്മൻ അസ്നദ ഫഖദ് ബരിഅ മിന ദിമ്മ. ഒരാൾ സനദ് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അതിൻ്റെ ഉത്തരവാദിത്വം ഒഴിവായി. കാരണം പിൽക്കാലക്കാരെ സംബന്ധിച്ചിടത്തോളം ആ സനദ് പരിശോധിക്കാൻ മാനദണ്ഡമുണ്ട്. അപ്പോൾ പരിശോധിച്ച് അത് സത്യമാണോ അസത്യമാണോ വേർതിരിക്കാനുള്ള മാനദണ്ഡം അദ്ദേഹം അവശേഷിപ്പിച്ചുകൊണ്ടാണ് കടന്നു പോയിട്ടുള്ളത്. മാത്രമല്ല ഈ തൊബരിയുടെ തഫ്സീറിൻ്റെ അദ്ദേഹത്തിൻ്റെ ചരിത്ര ഗ്രന്ഥത്തിൻ്റെ ആമുഖത്തിൽ തന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാകണമെന്നില്ല, ചരിത്രം എന്ന നിലക്ക് കിട്ടിയതൊക്കെ ഞാൻ എന്ത് ചെയ്തു ഉദ്ധരിച്ചു. അപ്പോൾ ഇവിടെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മരണവുമായിക്കൊണ്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തന്നെ നടന്ന പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസമല്ലേ. അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ മിഅ്റാജ് നോമ്പ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് മിഅ്റാജിന് പോയത് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. സ്വന്തം മിഅ്റാജ് നോമ്പ് നോറ്റിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷേ അഭിപ്രായ വ്യത്യാസം റസൂൽ ജനിച്ച വിഷയത്തിൽ അഭിപ്രായമുണ്ട്, പ്രവാചകൻ്റെ ദിവസത്തിൽ വരെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ തിങ്കളാഴ്ചയാണ് ഏറ്റവും പ്രാമാണിക അഭിപ്രായം. അതേപോലെ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എന്നുള്ളത് ഒരു മഹാസംഭവമായി എടുത്തു കാണിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോൾ ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ മരണം ആരും ശ്രദ്ധിച്ചിട്ടില്ല, അതൊരു വാർത്തയായിട്ടില്ല എന്ന് പറയാനാണ് ഇയാളിത് പറഞ്ഞുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന് മരിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, വആശത്ത് ബഅദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 6 അശ്ഹുരിൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം 6 മാസക്കാലമാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ ജീവിച്ചിട്ടുള്ളത്. അത് വളരെ വ്യക്തമായി തന്നെ ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ വ്യക്തമാണ്. 6 എന്നുള്ളത് ഇമാം തൊബരി ഉദ്ധരിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇത് ആളുകൾക്കിടയിൽ അറിയപ്പെടാതെ പോയൊരു സംഭവമല്ല. മാത്രമല്ല ഫലമ തൂഫി ദഫനഹ സൗജ അലി ലൈലൻ വലം യുഅദ്ദിൻ ബിഹ അബൂബക്കർ വസല്ല അലിഹ എന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ മരിച്ചത് എന്നാണെന്ന് വ്യക്തമാണ്. അപ്പോൾ ഇതാണ് അഹ്ലുസുന്ന നിലപാട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ നിലപാട് ഇതൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താ വെച്ചാൽ അത് വേണമെങ്കിൽ അദ്ദേഹം തന്നെ പറയുന്ന ഒരു നിലപാട് നമുക്ക് കേൾക്കാം. ഫാത്തിമ ബീവിയുടെ മരണമുണ്ടാകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് ഏതാണ്ട് 2 മാസം പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ്. ജമാഅത്തുൽ അവ്വലിലാണ് അവസാനം. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു കിതാബിലില്ല. ഇത് ഷിയാക്കളുടെ കിതാബിൽ മാത്രമേ ഉള്ളൂ. ഇത് ഇപ്പം നമ്മൾ പറഞ്ഞു 40 അതുപോലെ തന്നെ 3 അഭിപ്രായം. പക്ഷെ ഒന്ന് സ്ഥിരപ്പെട്ട അഭിപ്രായങ്ങൾ. ഏറ്റവും സ്ഥിരപ്പെട്ട അഭിപ്രായവും ശരിയായ അഭിപ്രായം ഏതാണ്? 6 മാസം എന്നുള്ളത്. പിന്നെ ഇയാൾക്ക് എവിടുന്ന 2 മാസം എന്ന് കിട്ടിയത്? അത് ഷിയാക്കളുടെ കിതാബിലുണ്ട്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട് ഞാൻ ഷിയായിസൊന്നും ഉദ്ധരിക്കുന്നില്ല, അഹ്ലുസുന്ന കിതാബ് മാത്രമേ ഉദ്ധരിക്കുന്നുള്ളൂ, എന്നാലും ഷിയാഖൊന്നും ആക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. സാധാരണ ഞാൻ കുമ്പളങ്ങ കെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ തടവി എടുക്കുന്ന ആളുകളെ പോലുള്ളൊരു വർത്താനാണത്. യഥാർത്ഥത്തിൽ ഈ 2 മാസക്കാലം എന്നുള്ള ഈ ഒരു കൊണ്ടുവന്നതിൻ്റെ ഒരു പിന്നിൽ ഒരു കള്ളത്തരമുണ്ട്. അതായത് എന്താ വെച്ചാൽ ഇവർ പറയുന്നത് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അബൂബക്കർ ഉമറൊക്കെ കൊണ്ട് തീ പൊള്ളിപ്പിച്ചു. അപ്പം അങ്ങനെ തീ പൊള്ളിയിട്ടാണ് മരിച്ചത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചുട്ടു കൊന്നതാണ് എന്നൊക്കെ പറയും. അപ്പോൾ ആ ചുട്ടു കൊന്ന കഥ സ്ഥിരപ്പെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 6 മാസത്തും പറ്റില്ല. അപ്പോൾ 6 മാസമൊക്കെ ഇപ്പോൾ ഒരു പുള്ളി ഇങ്ങനെ നിൽക്കുന്ന അപ്പോൾ 2 മാസം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഫാത്തിമ റളിയല്ലാഹു അൻഹ മരിച്ചു പോയിട്ടുണ്ട് എന്നത് വരുത്തി തീർക്കാനാണ് അവർ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഷിയാക്കളുടെ കിതാബിലുള്ളതാണ്. മാത്രമല്ല ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മരണവുമായിക്കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഹദീസിൽ വളരെ വ്യക്തമായി വന്ന് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ കിടക്കുന്ന വഫാത്താകാൻ കിടക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചു. അങ്ങനെ ചെവിയിലൊരു സ്വകാര്യം പറഞ്ഞു. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞു. ഇതൊക്കെ ഭാര്യമാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വീണ്ടും ഒരിക്കൽ കൂടി വിളിച്ചു. അപ്പോൾ പ്രവാചകൻ അവരോട് പറഞ്ഞപ്പോൾ അവർ ചിരിച്ചു. പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട് എന്താ സംഭവം. അപ്പോൾ ആദ്യം പറഞ്ഞത് റസൂലുള്ളാഹിൻ്റെ വഫാത്തിനെ കുറിച്ചാണ്. അപ്പോൾ എനിക്ക് സങ്കടമായി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എൻ്റെ അഹ്ലു ബൈത്തിൽ നിന്ന് എന്നോട് ഏറ്റവും അടുത്ത് എൻ്റെ കൂടെ ചേരുക ആരായിരിക്കും? നീ ആയിരിക്കും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച് അധികകാലം ഫാത്തിമ റളിയല്ലാഹു അൻഹ ജീവിച്ചിട്ടില്ല എന്നുള്ളതിന് തെളിവാണത്. പക്ഷേ അത് എത്രയാണെന്നത് അഹ്ലുസുന്ന പറയുന്നത് 6 മാസക്കാലം എന്നുള്ളതാണ് വിഷയത്തിൽ ഉള്ളത്. ഇതിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനൊക്കെ മോശമായി ചിത്രീകരിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതിന് അവരൊന്നും അലി റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്തിട്ടില്ല, ആ രീതിയിൽ അവർ തമ്മിൽ എന്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലും അദ്ദേഹം പറയുന്നതായി കേൾക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ശേഷം അത് എന്തിനാണ് അദ്ദേഹം പറഞ്ഞതെന്നും അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നും വിശദീകരിക്കും. ആർക്കായിരിക്കാം തെറ്റുപറ്റുന്നത്? 2 1 ശരി, 2 1 തെറ്റ്. ഇങ്ങനെ ആയിരിക്കലും ഉണ്ടാവുക. അബൂബക്കർ സിദ്ദീഖ് ഖലീഫയാണ് എന്ന് പറയുന്ന ഭാഗമാണോ ശരി? അബൂബക്കർ സിദ്ദീഖിനെ ബൈഅത്ത് ചെയ്യേണ്ടതില്ല എന്ന അലിയുടെയും ഫാത്തിമയുടെയും ഭാഗമാണോ ശരി? അബൂബക്കറും അലിയും ശരിയാണ് എന്ന ഒന്നിനും കൊള്ളാത്തൊരു ന്യായമുണ്ടല്ലോ അഹ്ലുസുന്നത്തിന്. അബൂബക്കറും ശരിയാണ്, അലിയും ശരിയാണ്. അതങ്ങനെ ശരിയാവും? ഒന്നുകിൽ ഖലീഫയായ അബൂബക്കർ ശരി, അല്ലെങ്കിൽ ഖലീഫയാകാൻ യോഗ്യമല്ല, ഈ തെരഞ്ഞെടുപ്പ് രീതി ശരിയല്ല എന്ന് പറഞ്ഞ അലിയുടെ ഭാഗം ശരി. ഏതെങ്കിലും ഒന്നല്ലേ ശരിയാവുള്ളൂ? ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇയാൾ വരുത്തി തീർക്കുന്ന രീതി എന്താ വെച്ചാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഫാത്തിമ റളിയല്ലാഹു അൻഹ അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിൽപ്പെട്ട ആരും ബൈഅത്ത് ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കലാണ് ഇയാളുടെ ആവശ്യം. യഥാർത്ഥത്തിൽ ഇയാൾ ഈ വാദം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഉദ്ധരിക്കുന്നൊരു ഹദീസുണ്ട്. മുസന്നഫു ഇബ്ൻ അബി ഷൈബ റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരി ഉസ്താദൊക്കെയാണ്. എന്നിട്ട് പറഞ്ഞിട്ട് ഇയാൾ പറയുന്നുണ്ട്, അതായത് ഇമാം ബുഖാരി ഉസ്താദിൻ്റെ കിതാബിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ധരിക്കണം. ആ ഹദീസിൽ എന്താ ഉള്ളത്? റവ അസ്ലം അൽ ഖുറശി മൗല ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. യഥാർത്ഥത്തിൽ ഹദീസ് ഉദ്ധരിക്കണമെന്ന് ആരാണ്? ഉമർ റളിയല്ലാഹുവിൻ്റെ മൗലയായ ഒരാളാണ് ഉദ്ധരിക്കുന്നത്. ഉമർ റളിയല്ലാഹുവുമായി ബന്ധപ്പെട്ട കരയാളത് ഉമർ റളിയല്ലാഹുവിനെയും അബൂബക്കർ റളിയല്ലാഹുവിനെയും ചീത്ത പറയാനാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അപ്പം അങ്ങനെ അപ്പം തന്നെ അവരുടെ വൈരുദ്ധ്യം നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയാണ്, ഹീന ബുഇഅ അലി അബീ ബക്കറിൻ ബഅദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന അലി വസുബൈർ യദ്ഖുലാനി അലാ ഫാത്തിമ ബിൻത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫയുശാവിറാനിഹ വയർതജിഊന ഫി ഉമൂരിഹിം ഫി അംരിഹിം. അലി റളിയല്ലാഹു അൻഹും സുബൈർ റളിയല്ലാഹു അൻഹുമൊക്കെ ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ അടുക്കിലേക്ക് വരാറുണ്ടായിരുന്നു. എന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ അവർ തീരുമാനിക്കും. എന്നിട്ട് ഫയുശാവിറൂനഹ വയർതജിഊന ഫി അംരിഹിം എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ ഈ വാചകം പറയുന്നത്.
അവരുടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഇയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ആളുകൾ അഥവാ അലി റളിയല്ലാഹുവിനെയും സുബൈർ റളിയല്ലാഹുവിനെയും ഇവരൊന്നും അലി റളിയല്ലാഹുവിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ബൈഅത്ത് ചെയ്തിട്ടില്ല. അപ്പോൾ അവർ അദ്ദേഹം ബൈഅത്ത് ചെയ്യാൻ അർഹനായ ഒരു വ്യക്തിയല്ല എന്ന് മനസ്സിലാക്കി. അപ്പോൾ പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ നിലപാടാണോ അതല്ല അലി ഇബ്നു അബീ താലിബിൻ്റെ നിലപാടാണോ സ്വീകരിക്കേണ്ടത്? യഥാർത്ഥത്തിൽ ഈ രണ്ട് നിലപാടും വൈരുദ്ധ്യമല്ല. കാരണം ഇയാൾ വായിച്ച ഹദീസിൻ്റെ ഏറ്റവും അവസാന ഭാഗം തന്നെ ഉണ്ട്, ഹത്താ ബായഉ ലി അബീ ബക്കറിൻ. ഈ പറയപ്പെട്ട ആളുകളെല്ലാം ആർക്ക് ബൈഅത്ത് ചെയ്തു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഷിയാക്കൾ കിതാബിൽ കാണിക്കുന്ന ഒരു കൃത്രിമത്വമുണ്ട്. ഈ പുസ്തകം അഥവാ അലി ഇബ്നു അബീ താലിബ് ഈ ഹദീസ് അഥവാ മുസന്നഫ് ഇബ്നു അബീ ഷൈബ ഉദ്ധരിച്ച ഹദീസ് ഷിയാക്കളുടെ കിതാബിലുണ്ട്. ഷിയാക്കളുടെ കിതാബിൽ ഉദ്ധരിക്കുമ്പോൾ ഇയാളുടെ പ്രസംഗത്തിൽ ഉദ്ധരിച്ചപ്പോഴും കുത്തുബ എന്നൊക്കെ പറഞ്ഞിട്ടോ, എവിടെ കുത്തുബ എടുക്കണം വേറെ കാര്യം. ഇയാളുടെ പ്രസംഗത്തിൽ ഉദ്ധരിച്ചപ്പോഴും അതുപോലെ തന്നെ ഷിയാക്കൾ അവിടെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കുമ്പോഴും ഈ മുസന്നഫ് ഇബ്നു അബീ ഷൈബയുടെ ഹദീസ് മുഴുവൻ ഉദ്ധരിക്കാറില്ല. ഇതിൻ്റെ അവസാന ഭാഗം കട്ടുമുറിച്ച് ഹത്താ ബായഉ ലി അബീ ബക്കറിൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് പിന്നെ അവർ ബൈഅത്ത് ചെയ്തു. ആര്? അലി റളിയല്ലാഹുവിന് അടക്കമുള്ള സുബൈർ റളിയല്ലാഹുവിന് അടക്കമുള്ള ആളുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് ബൈഅത്ത് ചെയ്തു എന്ന് വളരെ കൃത്യമായി കൊണ്ട് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി പിന്നെ എന്തുകൊണ്ടാണ് തുടക്കത്തിൽ അവർ ബൈഅത്ത് ചെയ്യാതിരുന്നത്? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ചാൽ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ ജനാസ സംസ്കരിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ ചരിത്രത്തിൽ അറിയപ്പെട്ട കാര്യം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസയുടെ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പിന്നെ തിരക്കിലായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി മാത്രമല്ല അലി റളിയല്ലാഹു തന്നെ പറയുന്നുണ്ട് എന്താണതിൻ്റെ ഞങ്ങൾ പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോടുള്ള വെറുപ്പ് കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം ഖലീഫയാകാൻ ഉള്ളതിൻ്റെ പിന്നെ കാരണം കൊണ്ടും ഒന്നുമല്ല ഞങ്ങൾ ബൈഅത്ത് ചെയ്യാതിരുന്നത്. അദ്ദേഹം തന്നെ വളരെ കൃത്യമായി കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ പിന്നെ ഒന്ന് അലി റളിയല്ലാഹുവിനും കൂട്ടരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസയുമായി കൊണ്ട് ബന്ധപ്പെട്ടാണ്. അദ്ദേഹം പറയാണ് പിന്നെ മാ ഗളിബ്ന ഇല്ല ലിഅന്ന ഉഖീന അനിൽ മുഷാവറ, ഞങ്ങൾക്ക് ചെറിയ നീരസം ഉണ്ടെന്ന് വെച്ചാൽ ആ മുഷാവറയിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല. അഥവാ ഖിലാഫത്തുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയം പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബവുമായിക്കൊണ്ട് മുഷാവറ നടന്നിട്ടില്ല. അത് ശരി, കാരണം അവർ അതിൻ്റെ ശുഗലല്ല ഉള്ളത്. ഈ പിന്നെ ഖിലാഫത്തുമായി കൊണ്ട് ബന്ധപ്പെട്ട ശുഗലല്ല അവരുള്ളത്, അവർ വേറെ സ്ഥലത്താണ്. എന്നിട്ട് ഈ അലി റളിയല്ലാഹു തന്നെ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ പിന്നെ നറ അബൂബക്കറിൻ അഫ്ദലുന്ന ജനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഏറ്റവും അഫ്ദലായ ആളുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ആണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും അഭിപ്രായമില്ല, പിന്നെ എതിരഭിപ്രായമില്ല. മാത്രവുമല്ല അഭിപ്രായ വ്യത്യാസമല്ല. വൈന്നഹു സാഹിബുൽ ഖാർ, റസൂലുള്ളാഹിൻ്റെ കൂടെ പിന്നെ ഗുഹിൽ പിന്നെ ഉണ്ടായ ആളാണ്. അതുപോലെ തന്നെ സാനിയത്തിനെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ആളാണ്. മാത്രമല്ല വലഖദ് അമറഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്സലാത്തി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സുഖമില്ലാതെ കിടന്നപ്പോൾ അതേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ തന്നെയാണ് പിന്നെ ഇമാമായിട്ട് നിർത്തിയിട്ടുള്ളത്. ഇതൊന്നും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമല്ല. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തുമായി കൊണ്ട് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹുവിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. അഥവാ അവർ ഒരിക്കലും ബൈഅത്ത് ചെയ്തിരുന്നില്ല എന്ന വാദം ശരിയാണ്. ചില ഷിയാക്കൾ പറയാറുള്ളത് ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ പിന്നെ മരണശേഷം ഫാത്തിമ റളിയല്ലാഹു മരിച്ചതിന് ശേഷമാണ് അലി റളിയല്ലാഹു ബൈഅത്ത് ചെയ്തത് എന്ന് പറയും. അതൊക്കെ കളവാണ്. അതായത് അലി റളിയല്ലാഹു ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഉടനെ തന്നെ ബൈഅത്ത് നടത്തുക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചോദ്യം അപ്രസക്താണ്. എന്തും ചോദിക്കണമെന്ന് വെച്ചാൽ അലി റളിയല്ലാഹു ആണോ ശരി അബൂബക്കർ റളിയല്ലാഹു ആണോ ശരി? അലി റളിയല്ലാഹു അബൂബക്കർ റളിയല്ലാഹു തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലല്ലേ ശരികേടിൻ്റെ വിഷയം ഉദിക്കണല്ലോടെ. അപ്പോൾ അവർ തന്നെ ബൈഅത്ത് ചെയ്തു എന്ന് ഇയാൾ ഉദ്ധരിക്കുന്ന ഇയാൾ എന്തൊരു കാര്യത്തിന് വേണ്ടിയാണ് ഹദീസ് ഉദ്ധരിക്കുന്നത്, അതേ ഹദീസിൻ്റെ അവസാനത്തിൽ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് ഹത്താ ബായഉ ലി അബീ ബക്കറിൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ബൈഅത്ത് ചെയ്തു എന്ന് മുസന്നഫ് ഇബ്നു അബീ ഷൈബയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതൊരു യഥാർത്ഥത്തിൽ എന്താണ് ഒരിക്കലും പിന്നെ ശരിയായ ഒരു കാര്യമില്ല. അപ്പോൾ ഇത് എന്തോ ഒരു പ്രശ്നം അവർക്കിടയിലുണ്ട്. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഖിലാഫത്ത് തട്ടിയെടുത്തിട്ടുണ്ട്, അലി റളിയല്ലാഹു ആണ് അവകാശപ്പെട്ടത് എന്ന് വരുത്തി തീർക്കാൻ ആ മുസ്ലിം ലോകം തള്ളിക്കളഞ്ഞ ആ ഷിയാവാദത്തെ പുനരാനയിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ
ഇവരിവിടെ ഈ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുള്ളത്. അതാണ് വിഷയത്തിൽ പറയാനുള്ളത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ വളരെ മോശമായി ചിത്രീകരിക്കാൻ ഹദീസ് വരെ വളരെ കൃത്യമായി പച്ചക്ക് കട്ടുമുറിച്ച് വായിച്ച ഇതേ വ്യക്തി ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു വളരെ ഒരു ക്രൂരനാണ്, അക്രമിയാണ് എന്നെല്ലാം തെളിയിക്കാനും അതല്ലെങ്കിൽ സമർത്ഥിക്കാനൊക്കെ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതുകൂടി കേൾക്കാം. വലാ തർജിഉ ഇലയ്യ, ഇനി നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരണ്ട ആലോചിക്കാനെന്ന് പറഞ്ഞിട്ട് വെറുതെ ഇവിടെ എനിക്കും എൻ്റെ കുടുംബത്തിനും മക്കൾക്കൊക്കെ താമസിക്കേണ്ടതാണ്, അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോളി എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും ഫാത്തിമ ബീവി പിരിച്ചുവിട്ടു. അന്ന് രാത്രിയാണ് വീട് കത്തുന്നത്. അന്ന് രാത്രിയാണ് വീട് കത്തുന്നത്. ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ അബൂ ഷൈബ ബുഖാരിയുടെ ഉസ്താദ് കള്ളം പറഞ്ഞു നിങ്ങൾ പറ, അല്ലെങ്കിൽ എന്ത് മനസ്സിലാക്കണം? എന്തുകൊണ്ടാണ് ഫാത്തിമ ബീവിയുടെ വീട് ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടത്? ഇദ്ദേഹം ഇവിടെ ഇതേ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അത് ഇബ്നു അബീ ശൈബ ഉദ്ധരിക്കുന്ന ഹദീസിൽ പിന്നെ ഈ അലിയും അതുപോലെ തന്നെ സുബൈർ റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ മുശാവറ കൂടി. അപ്പോൾ അത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിഞ്ഞു. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ വന്ന് ഉമർ റളിയല്ലാഹുവിനെ കുറച്ച് പിന്നെ കർശന സ്വഭാവത്തിൽ സംസാരിച്ചു. കാരണം ഖിലാഫത്ത് ബൈഅത്ത് ചെയ്യുന്നതിന് ശേഷം ഒരു എതിരഭിപ്രായം സമൂഹത്തിൽ ഉണ്ടാകുന്ന വലിയ ഫിത്ന ഉണ്ടാവും. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അവരുടെ വീട്ടിൽ ചെന്നു. ഫലമ്മ ഖറജ ഉമർ റളിയല്ലാഹു വീട്ടിൽ നിന്ന് പോന്നപ്പോൾ ജാഉഹ അവർ പിന്നെ അഥവാ പിന്നെ അലി റളിയല്ലാഹുനും സുബൈർ റളിയല്ലാഹുനും ആ വീട്ടിലേക്ക് എത്തി. ഫഖാലത്ത്, എന്നിട്ട് ആയിഷ പിന്നെ ഫാത്തിമ റളിയല്ലാഹു പറഞ്ഞു, തഅലമൂന അന്ന ഉമർ ഖദ് ജാഅനി, നിങ്ങൾക്കറിയാലോ ഉമർ റളിയല്ലാഹുനോട് വന്നിരുന്നു. ഖദ് ഹലഫ ബില്ലാഹി ലൈൻ ഉത്തും ലയുഹരിഖന അലൈക്കും ബൈത്ത്, ഈ നിങ്ങളെ ഈ വീട് കത്തിക്കുമെന്ന് ഉമർ റളിയല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ഒരു പരാമർശം ഈ ഇബ്നു അബീ ശൈബയിലുണ്ട്. പക്ഷേ ഇമാം അഹ്മദിൻ്റെ റിവായത്തിലൊന്നും ആ പരാമർശം കാണുന്നില്ല. ഏതായിരുന്നാലും അള്ളാഹുവിനെ തന്നെയാണ് സത്യം. അദ്ദേഹം ചില കാര്യങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അത് പിന്നെ ചെയ്യുമായിരിക്കും. അങ്ങനെ ഫൻസറഫു റാഷിദീന, അങ്ങനെ അവരെന്ത് ചെയ്തു, അവിടെ നിന്ന് പിരിഞ്ഞു പോയി. അങ്ങനെ പിന്നെ വലാ തർജിഉ ഇലയ്യ, അങ്ങനെ പിരിഞ്ഞു പോകുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു പറയുന്നുണ്ട്, ഇനി നിങ്ങളെന്ത് ചെയ്യണ്ട, എൻ്റെ അടുക്കേക്ക് വരേണ്ടതില്ല, എൻ്റെ അടുക്കിലേക്ക് വരേണ്ടതില്ല, എന്നിട്ട് പിന്നെ എൻ്റെ അടുത്ത് നിന്ന് പിരിഞ്ഞു പോവുക എന്ന് പറഞ്ഞു. എൻ്റെ അടുക്കൽ വരേണ്ടതില്ല ഹത്താ ബായഉ ലി അബീ ബക്രി എന്നാണ്. അബൂബക്കർ സിദ്ദീഖിന് ബൈഅത്ത് ചെയ്യുന്നത് വരെ നിങ്ങൾ ആരും എൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യണ്ട, വേണ്ട. അപ്പം എന്നിട്ട് ഇയാൾ പറയുന്നത് വെച്ചാൽ അവർ പിരിഞ്ഞു പോയി. അതിനുശേഷമാണ് വീട് കത്തിയത്. ഞാൻ ഇയാളെ വെല്ലുവിളിക്കും. ഈ മുസന്നഫ് ഇബ്നു അബീ ശൈബ വായിച്ചുകൊണ്ടാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്, പിന്നെ ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ വീടിന് തീ വെച്ചു. ലോകത്ത് ഏത് മുസന്നഫ് ഇബ്നു അബീ ശൈബയിലാണ് നിങ്ങൾ പറഞ്ഞ കാര്യമുള്ളത്? ഈ പിന്നെ ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ വീട് ഇപ്പം നിങ്ങൾ മുസന്നഫ് ഇബ്നു അബീ ശൈബ വായിച്ചിട്ടാണ് ഇയാൾ ഇപ്പോൾ സാധാരണക്കാരെന്താ വിചാരിക്കുക, ഇയാൾ പിന്നെ ബാക്കി പറഞ്ഞതൊക്കെ മുസന്നഫിലുണ്ടാവുമെന്ന് വിചാരിക്കുക. യഥാർത്ഥത്തിൽ ഫാത്തിമ റളിയല്ലാഹു പറഞ്ഞ ഫലം നിങ്ങൾ പിന്നെ എന്ത് ചെയ്യേണ്ട, ഫലം യർജിഉ ഇലൈഹ ഹത്താ ബായഉ ലി അബീ ബക്ർ വലാ തർജിഉ ഇലയ്യ, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, എന്നിലേക്ക് മടങ്ങി വരണ്ട. അങ്ങനെ അവർ മടങ്ങിപ്പോയി. എന്ത്, അവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് ബൈഅത്ത് ചെയ്തിട്ടാണ് പിന്നീട് എന്ത് ചെയ്തത്, അവിടേക്ക് തിരിച്ചു വന്നത്. ബൈഅത്ത് ചെയ്തു അവിടെ തന്നെ ഉണ്ട്, അത് ഇയാൾ കട്ടു. മാത്രമല്ല ഇതിവിടെ നിർത്തിയിട്ട് പറയാണ് വലാ തർജിഉ ഇലയ്യ, നിങ്ങൾ തിരിച്ചു വരണ്ട, കാരണം എനിക്കിവിടെ പിന്നെ എൻ്റെ കുടുംബത്തിനൊക്കെ ഭീഷണിയുണ്ട്. അന്ന് രാത്രിയാണ് വീട് കത്തിയത് എന്ന് ലോകത്ത് ഒരൊറ്റ മുസന്നഫ് ഇബ്നു അബീ ശൈബയിലുമില്ല. അപ്പോൾ അത് ഇയാളുടെ പേര് തനിച്ച കളവാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ തെളിയിക്കണം. കാരണം ഇയാൾ പറഞ്ഞാൽ തെളിവാണ് പറയുന്നത്. അപ്പോൾ തന്നെ അഹ്ലുസുന്നയുടെ കിതാബിൽ നിങ്ങൾ ഉദ്ധരിച്ച ഇമാം ബുഖാരിയുടെ ഉസ്താദായ ഇബ്നു അബീ ശൈബയുടെ കിതാബിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ വീടിൽ അന്ന് രാത്രി തീയിട്ടു ഇന്നില്ല. നിങ്ങൾ പറഞ്ഞ തനിച്ച കളവാണ്. ഇനി മാത്രമല്ല, ഇതിന് ഇയാൾ പറഞ്ഞെന്ന് വെച്ചാൽ പിന്നെ ഈ വേറെ ചില ശിയാക്കൾ പറയാനുള്ളത്, പിന്നെ ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ വീട് തീയിട്ട് മാത്രമല്ല, ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ വീട് ആക്രമിച്ചു. അന്ന് ഫാത്തിമ റളിയല്ലാഹു ഗർഭിണിയായിരുന്നു. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ ഗർഭം പിന്നെ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ വീടിൻ്റെ തീ കത്തിക്കൊണ്ടാണ് പിന്നെ ഫാത്തിമ റളിയല്ലാഹുവിനെ പിന്നെ മരിച്ചത്. ഫാത്തിമ റളിയല്ലാഹുവിനക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. ഇതൊക്കെ എവിടെയാണുള്ളത്? നിങ്ങളുടെ ഷിയാക്കളുടെ പാള കിതാബിലുണ്ട് എന്നല്ലാതെ അഹ്ലുസുന്നയുടെ ഒരു കിതാബ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ പറയുന്ന ഈ കാര്യം തെളിയിക്കാൻ സാധിക്കില്ല. ഒരു സ്വഹീഹായ പരമ്പരയിലൂടെയോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന
രൂപത്തിലുള്ള കാര്യങ്ങളോട് എവിടെയും നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഷിയാക്കളുടെ പാള കിതാബിലുണ്ടാവും. ഇത് മാത്രമല്ല, അഹ്ലുസുന്നയുടെ കിതാബിലുള്ളത് നിങ്ങൾ കട്ടുവായിക്കാൻ. ആ ഫാത്തിമ റളിയല്ലാഹുവിൻക്ക് പൊള്ളലേറ്റ കഥ ഇബ്നു മുസന്നഫിൻ്റെ വിഷയയിലുണ്ടോ? ഇല്ല. ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ വീട് കത്തിയ സംഭവം മുസന്നഫിൻ്റെ വിഷയയിലുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ വീട് കത്തിച്ചു എന്നുള്ള മുസന്നഫിൻ്റെ വിഷയയിലുണ്ടോ? ഇല്ല. അതൊക്കെ നിങ്ങളുടെ തട്ടിവിടാണ്. എന്നിട്ട് അന്ന് രാത്രി വീട് കത്തി എന്ന് മൂപ്പര വക പറഞ്ഞിട്ട് അത് മുസ്ലിമീങ്ങൾ അഹ്ലുസുന്ന കണ്ടോ എന്തൊരു ക്രൂരന്മാരാണ്, അബൂബക്കറും ഉമറുമൊക്കെ ഫാത്തിമ റളിയല്ലാഹുവിനോട് ചെയ്തത് എന്തൊരു ക്രൂരതയാണ് എന്ന് ഇവർ വരുത്തി. യഥാർത്ഥത്തിൽ ഇവർ അലി റളിയല്ലാഹുവിനെ മോശാക്കല്ലേ? കാരണം എന്താ വെച്ചാൽ അലി റളിയല്ലാഹുവിനെ സംബന്ധിച്ച് നമ്മളൊക്കെ മനസ്സിലാക്കി അദ്ദേഹം അലി പുലിയാണ്. നമുക്ക് സാധാരണ നമ്മൾ ധീരതയ്ക്ക് ഉദാഹരണമായി പറയുന്നൊരു വ്യക്തിയാണ് ആര്? അലി ബിൻ അബി താലിബ്. അലി ബിൻ അബി താലിബിൻ്റെ വീട് കത്തിക്കുകയും എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഗർഭിണിയായ ഭാര്യയെ ആക്രമിക്കുകയും ചെയ്യുമ്പോൾ അലി റളിയല്ലാഹുവിന് എന്തെടുക്കായിരുന്നു? ഇവരാണെന്ന് മറുപടി പറയുന്നുണ്ട്. കാരണം അലി റളിയല്ലാഹുവിനും അഹ്ലു ബൈത്തൊന്നും അബൂബക്കർ റളിയല്ലാഹുവിന് എതിരായിരുന്നില്ല മാത്രമല്ല എതിരായിരുന്നു എങ്കിൽ ഈ അലി റളിയല്ലാഹുവിന് നിങ്ങൾ പറയുന്ന ശൂരത്തൊക്കെ എവിടെ പോയിരുന്നപ്പോൾ? അപ്പം നിങ്ങൾ പറയുന്ന കള്ളക്കഥ നിങ്ങൾക്ക് തന്നെ വൈരുദ്ധ്യമാണ്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ അലി ബിൻ അബി താലിബ് റളിയല്ലാഹുവിൻ്റെ കുടുംബം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനുമായിട്ടോ ഉമർ ബിൻ ഖത്താബുമായിട്ടോ ഒരിക്കലും ഒരു പോരാട്ടത്തിലോ അല്ലെങ്കിൽ വൈരാഗ്യത്തിലോ ആയിരുന്നേയില്ല. എത്രയോ സംഭവങ്ങൾ നമുക്കത് കാണാൻ കഴിയും. മാത്രമല്ല നമുക്കറിയാം ഫാത്തിമ റളിയല്ലാഹുവിൻ അലി ബിൻ അബി താലിബ് റളിയല്ലാഹുവിനുടെയും അതുപോലെ തന്നെ ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ മകളാണ് ഉമ്മു കുൽസും അഥവാ അലി റളിയല്ലാഹുവിൻ്റെ മകളാണ്. ആ അലി റളിയല്ലാഹുവിൻ്റെ മകളായ ഉമ്മു കുൽസൂമിനെ പിന്നീട് കല്യാണം കഴിച്ചാരറിയോ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനാണ്. എന്ന് പറഞ്ഞാൽ എത്രത്തോളം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന് കല്യാണം കഴിച്ചു കൊടുക്കുകയാണ് ആര്? അലി റളിയല്ലാഹുവിൻ്റെ സ്വന്തം മകള്. ആർക്ക്? ഇവരെ വാസപേർക്കറിയാൻ തങ്ങളുടെ വീട് തീയിട്ട സ്വന്തം ഉമ്മാനെ ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ മകളാണ്. അപ്പോൾ സ്വന്തം ഉമ്മാനെ ഗർഭം ആക്രമിച്ച് പൊള്ളലേൽപ്പിച്ച് വധിച്ച ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന് സ്വന്തം മകളെ കല്യാണം കഴിച്ചു. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ വാദങ്ങളും തനിച്ച പൊള്ളത്തരമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. മാത്രമല്ല ഷിയാക്കൾ പൊതുവെ അവരുടെ മക്കൾക്കൊന്നും അബൂബക്കറെന്നോ ഉമറെന്നോ പേര് വെക്കാറില്ല. പക്ഷേ അലി റളിയല്ലാഹുവിന് തൻ്റെ 2 ആൺകുട്ടികൾക്ക് ഒന്ന് ഉമർ ബിൻ അലി ഉണ്ട്, അബൂബക്കർ അലിയുണ്ട്. അപ്പോൾ എന്ത് മനസ്സിലായി? തങ്ങളുടെ കുടുംബത്തെ ആക്രമിച്ച് തൻ്റെ ഭാര്യയെ വധിച്ച ഒരു മനുഷ്യൻ്റെ പേര് തൻ്റെ മക്കൾക്കിടോ? ഇട്ടില്ല. ഷിയാക്കൾ ഒന്നും ഇടുന്നില്ല. അത് കാരണം അത് വേറെ കാര്യമാണ്. കാരണം അവർക്ക് റസൂലുള്ളാഹിൻ്റെ സഹാബത്തിനോട് ദേഷ്യമാണ്. ഈ സഹാബത്തിനോട് ദേഷ്യം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞ പോലെ അത് ഈ ഉമ്മത്തിനെ തകർക്കാനുള്ള ഒരു ഗൂഢപദ്ധതിയാണ്. കാരണം റസൂലുള്ളാഹിൻ്റെ സഹാബത്തില്ലാതായി കഴിഞ്ഞാൽ ഈ ഉമ്മത്തില്ലല്ലോ. കാരണം ഈ ഉമ്മത്തിൻ്റെ ഒന്നാമത്തെ കണ്ണി പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി കണക്ഷൻ ഇല്ലല്ലോ. അപ്പോൾ അത് തകർക്കലാണ് ആവശ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനും അതുപോലെ തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനും അലി റളിയല്ലാഹുവിനുമായിട്ട് എന്തോ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, വീട് തീയിട്ടു എന്ന കള്ളക്കഥ മുസന്നഫ് ഇബ്നു അബീ ശൈബ വായിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് തെളിയിക്കണം. അപ്പോൾ ഇതാണ് ഈ അവരുടെ എല്ലാ തട്ടിപ്പ്. ഷിയാക്കളുടെ മൊത്തം ഏർപ്പാട് ഇതാണ്. ചേകനൂരിൻ്റെ ആളായിരുന്നു. ഒരു കിതാബ് കൊണ്ട് വായിക്കുക, എന്നിട്ട് വാലും തലയും പെട്ടിട്ട് എന്നിട്ട് തങ്ങളുടെ സ്വന്തം ആശയങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിലേക്ക് തിരികെ കയറ്റുക. അതുകൊണ്ട് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, മുസന്നഫ് ഇബ്നു അബീ ശൈബയിൽ എവിടെയാണ് ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ വീടിന് അന്ന് രാത്രി കത്തി, അബൂബക്കർ റളിയല്ലാഹു കത്തിച്ചു, ഉമർ റളിയല്ലാഹു വീട്ടിൽ വന്നു, തീയിട്ടു എന്ന് എവിടെ ഉണ്ട്? അപ്പോൾ അത് നിങ്ങളുണ്ടാക്കിയ ഒരു കള്ളക്കഥ മാത്രമാണ് എന്നതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. ഇത്തരം കള്ളപ്രചാരണങ്ങളുടെയൊക്കെ നമ്മൾ ചർച്ചക്കെടുക്കുന്ന അവസാനത്തെ ഒരു സംഭവം കൂടി അദ്ദേഹത്തിൻ്റെ സംസാരത്തിലുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു എത്രത്തോളം അഹ്ലു ബൈത്തിനോട് ഫാത്തിമ റളിയല്ലാഹു അൻഹയോടൊക്കെ എതിരായി നിന്നിരുന്നു, എത്രത്തോളം വീറും വാശിയും വെറുപ്പും വെച്ച് പുലർത്തിയിരുന്നു എന്നെല്ലാം അദ്ദേഹത്തിൻ്റേതായ രീതിയിൽ സമർത്ഥിക്കാൻ അദ്ദേഹം ഒരുപാട് കളവുകൾ ഉസ്താദ് ഇവിടെ വളരെ കൃത്യമായി കൊണ്ട് വിശദീകരിച്ചു. അദ്ദേഹം അതിൽ പറയുന്ന മറ്റൊരു സംഭവം കൂടിയുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയെ മയ്യത്ത് കാണിക്കാൻ സമ്മതിച്ചില്ല, തടഞ്ഞു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞ അദ്ദേഹം പറയുന്നൊരു സംസാരം കൂടിയുണ്ട്. അതിൻ്റെ വിശദീകരണം കൂടി കേട്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ചർച്ചയുടെ സമാപനത്തിലേക്ക് പ്രവേശിക്കാം. ഇൻഷാ അല്ലാഹ് ആയിഷ ബീവിയോട് പറയുന്നത്, തബ്രി എഴുതി വെക്കുന്നു, ലാ തദ്ഖുലി, ഇങ്ങോട്ട് കടക്കരുത്.
ഫറജഅത് ഇലാ അബീ ബക്കർ, ആയിഷ ബീവി തിരിച്ച് വാപ്പാൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് ഫശക്കത്ത് ഇലൈഹി, എന്നെ അങ്ങോട്ട് കടത്തുന്നില്ല, ഫാത്തിമാൻ്റെ മയ്യത്ത് കാണാൻ എന്നെ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഫജാ അബൂബക്കർ, അബൂബക്കർ വീടിൻ്റെ മുറ്റം വരെ വന്നു. ഫവഖഫ അലൽ ബാബ്, വീട്ടിൻ്റെ ആ മുറ്റത്ത് കടക്കുന്നിടത്ത് നിന്നു. എന്നിട്ട് ഫക്കല്ലമ അസ്മ, അസ്മാനെ വിളിച്ചിട്ട് ചോദിച്ചു എന്താ സംഭവം. അപ്പോൾ ഫഖാലത്ത്, അസ്മാ ബീവി പറഞ്ഞു, ഹിയ അമറത്തിനി ബിഹാദ, എന്നോട് ഫാത്തിമ ആയിഷാക്ക് എൻ്റെ മയ്യത്ത് കാണിച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖാല, അബൂബക്കർ പറഞ്ഞു, ഫസ്നഈ മാ അമറത്കി സുമ്മ അൻസറഫ, എന്നിട്ട് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുമെന്ന് പറഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് തിരിഞ്ഞു പോയി, അവിടെ നിന്നില്ല. ഇത് തബ്രീലുള്ളതാ. ഇയാൾ പറഞ്ഞെന്ന് വെച്ചാൽ തൊബരിയിലുണ്ട് എന്ന് പറഞ്ഞ് ഇയാൾ വായിക്കുന്നുണ്ട്. ഒന്നത് തൊബരിയിലില്ല. ഒന്നാമത്തെ കാര്യം, ഫാത്തിമ റളിയല്ലാഹുഅൻഹയുടെ വഫാത്തുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയം, ഈ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ ഈ ഭാഗം തൊബരിയിൽ ഇല്ല. പിന്നെ വേറെ ചില കിതാബിലുണ്ട്, പക്ഷെ ഇത് ഇദ്ദേഹം പറഞ്ഞതുപോലെയല്ല, അവിടെയും തട്ടിപ്പാണ്. എന്നാൽ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഭൂലോക തട്ടിപ്പ് കിതാബ് ഉദ്ധരിക്കുന്നതിലും അതുപോലെ തന്നെ അഹ്ലുസുന്നയുടെ കിതാബിൽ ഒക്കെ പിന്നെ തിരിമറി നടത്തുക. അപ്പോൾ ഇതൊക്കെ തിരിമറി നടത്തിയിട്ടേ തങ്ങളുടെ ശിയാഴ്ച അവിടെ ഇറക്കാൻ പറ്റുള്ളൂ. ഏതായാലും ആ പൂജയൊക്കെ മനസ്സ് വെച്ചാൽ മതി. അങ്ങനെ കിതാബിലൊക്കെ തിരിമറി നടത്തി ഇങ്ങനെ ഉരുട്ടിപ്പറ്റിയൊന്നും കേരളത്തിൻ്റെ മണ്ണിൽ ശിയാഴ്ചം മുളപ്പിക്കാൻ ഏതായാലും അഹ്ലുസുന്നയുടെ ആളുകൾ അവിടെ ജീവിച്ചിരിക്കുന്നിടത്ത കാലങ്ങൾക്ക് സാധ്യമില്ല എന്നും കൂടി സാന്ദർഭികമായിട്ട് പറയാൻ. ഇവിടെ എന്താ ചോദിച്ചാൽ, പിന്നെ ഫാത്തിമ റളിയല്ലാഹുവിനയുടെ വഫാത്തുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവമാണ്. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ വഫാത്തിൻ്റെ അടുത്ത ഫഖാൽ അസ്മ ബിൻതു ഉമൈസ് യാ ബിൻത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഉരീകി ഷൈഅൻ റഅയ്തു ബി അർദിൽ ഹബശ. അങ്ങനെ പിന്നെ ഇവർ മരിക്കാൻ വേണ്ടി കിടക്കുന്ന സന്ദർഭത്തിൽ പിന്നെ ഞാൻ അബീശീനിയിൽ നിന്ന് ഞാൻ കണ്ട ചില കാഴ്ചകൾ, ചില സംഗതികളൊക്കെ ഞാൻ പിന്നെ കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ഹൗദജ് ഉണ്ടാക്കുകയാണ്. അതായത് ഇവർ മരിച്ചതിന് ശേഷം ഇവരെ കിടത്താൻ പിന്നെ ഒക്കെ പിന്നെ സാധാരണ പല്ലക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ മരങ്ങൾ ചില്ലുകൾ കൊണ്ടൊക്കെ കെട്ടി ഉണ്ടാക്കിയിട്ട് പിന്നെ ഒരു പല്ലക്ക് രൂപത്തിൽ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മേലെന്ത് ചെയ്തു, സുമ്മ തറഹത്ത് അലിഹ സൗബൻ, എന്നിട്ട് അതിൽ പിന്നെ ഒരു വസ്ത്രം അതിൻ്റെ മേലെ ഇങ്ങനെ മൂടി. ഫാത്തിമ റളിയല്ലാഹു പിന്നെ മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ ഫഖാലത്ത് ഫാത്തിമ മാ അഹ്സന ഹാദ വാജ്മലു തുറഫു ബിഹൽ മർഅത്തു മിനർ റജുൽ. അപ്പോൾ ഇത് എത്ര നല്ല, കാരണം ഇതൊരു ആണിനെ പെണ്ണ് വേർതിരിക്കും, നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന എത്ര നല്ല സംഗതിയാണ്. അങ്ങനെ ഫഇദ അന മിത്തു ഫഗ്സിൽനി അൻതി വ അലി, ഇനി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീയും അലിയും പിന്നെ എന്നെന്ത് ചെയ്യണം, കുളിപ്പിക്കണം. വലാ തുദ്ഖിലി അലയ്യ അഹദൻ, എൻ്റെ അടുക്കിലേക്ക് ആർക്കും പ്രവേശനം അനുവദിക്കരുത്. അപ്പോൾ ഇത് എടുത്തിട്ടാണ് ഇയാൾ പറയണമെന്ന് വെച്ചാൽ, ഇത് എടുത്തിട്ട് ഇയാൾ പറയാണ്, കണ്ടോ ആയിഷ റളിയല്ലാഹുവിനക്ക് എൻ്റെ അടുക്കിലേക്ക് പ്രവേശനം കൊടുക്കരുത്. ഇത് ഫാത്തിമ റളിയല്ലാഹുവിന് അവരുടെ ഒരു പിന്നെ മയ്യത്ത് ആരും കാണേണ്ടതില്ല എന്നതർത്ഥത്തിൽ അഹദൻ എന്ന് പറഞ്ഞു, ഒരാളും കാണേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബത്തിൽ നിന്ന് ആരും കാണേണ്ടതില്ല. അങ്ങനെ ഫലമ്മ തൂഫിയത്ത്, അവർ മരിച്ചപ്പോൾ ജാഅത്ത് ആയിഷ തദ്ഖുലു, ആയിഷ റളിയല്ലാഹുവിന് എന്ത് ചെയ്തു, വന്നു. ഇത് ഇവിടെ ഒരു വൈരുദ്ധ്യമുണ്ട്. കാരണം ഇവർ പറഞ്ഞു വെച്ചാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനും അതുപോലെ തന്നെ അവിടെ കുടുംബക്കാരൊക്കെ അഹ്ലു ബൈത്തിനോട് ഭയങ്കര ശത്രുതയുള്ള ആൾക്കാരായിരുന്നു എന്നാണ് ഇവർ പറയാം. പക്ഷേ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മോളാണ് ആര്, ആയിഷ റളിയല്ലാഹുവിന്. അപ്പോൾ ഈ ഫാത്തിമ റളിയല്ലാഹുവിന് മരിച്ചു എന്ന് വിവരം കിട്ടിയപ്പോൾ ആദ്യം അറിഞ്ഞത് വന്ന ആരാ, ആയിഷ റളിയല്ലാഹുവിനാണ്. അപ്പോൾ ഫഖാലത്ത് അസ്മ ബിൻതു ഉമൈസ് പറഞ്ഞു ലാ തദ്ഖുലി, ഇങ്ങോട്ട് കയറണ്ട. എന്നിട്ട് ഇയാളുടെ വക ആയിഷ റളിയല്ലാഹുവിനക്ക് എൻ്റെ മുഖം കാണിച്ചു കൊടുക്കരുത് എന്ന് ഫാത്തിമ റളിയല്ലാഹു പറഞ്ഞിട്ട് ഞാൻ വെല്ലുവിളിക്കുന്നു. വീണ്ടും ഇതിപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു ചർച്ച വെല്ലുവിളി ചർച്ച, പക്ഷേ ഇത്രയും വലിയ കളവുകൾ ഇസ്ലാമിക പ്രമാണങ്ങൾ ഇയാൾ പറയാണ്. എവിടെയാണ് നിങ്ങൾ ഇയാൾ പറഞ്ഞ വാചകം ആയിഷ റളിയല്ലാഹുവിനക്ക് എൻ്റെ മുഖം കാണിച്ചു കൊടുക്കരുത് എന്ന് എവിടെയാണുള്ള കിതാബിൽ? അങ്ങനെ ഇല്ല. കാരണം അത് ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ വസിയത്തായിരുന്നു, എന്നെ ആർക്കും കാണിച്ചു കൊടുക്കണ്ട, എനിക്കൊന്ന് ആർക്കും. അവിടെ അബൂബക്കർ ഉമർ അതുപോലെ തന്നെ ആയിഷ എന്നും പറഞ്ഞിട്ടില്ല, അല അഹദിൻ എന്ന അഹദൻ അങ്ങനെ ഇല്ലാത്തത്. അപ്പോൾ ഫശക്കത്ത് ഇല അബീ ബക്കറിൻ, അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് ആയിഷ റളിയല്ലാഹു പോയി അവരാതി പറഞ്ഞു. അപ്പോൾ പിന്നെ അബൂബക്കർ റളിയല്ലാഹു അസ്മ റളിയല്ലാഹു ചെന്ന് ചോദിച്ചു. അപ്പോൾ വഖദ് ജഅലത് ലഹ മിസ്ല ഹൗദജിൽ അറൂസ്, വഖദ് ജഅലത് ലഹ മിസ്ല ഹൗദജിൽ അറൂസ്, ഒരു പുതുമണവാളിൽ ഉണ്ടാക്കുന്നത് പോലെയുള്ള ഒരു അറൂസ് പിന്നെ ഒരു ഹൗദജൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഫജാ അബൂബക്കറിൻ ഫവഖഫ അലൽ ബാബ്,
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാതിലിൻ്റെ അടുത്ത് നിന്നു. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു വാതിലിൻ്റെ അടുത്ത് നിന്നിട്ടുള്ളൂ, തിരിച്ചു പോവുകയാണ്, പിന്നെ നിസ്കരിച്ചിട്ടില്ല. അതിനുശേഷം വിശേഷം പറയാം. അങ്ങനെ ഫഖാല യാ അസ്മാ മാ ഹമലക്കി അല അൻ മനഅത അല മൻ മനഅതി അസ്വാജി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യദ്ഖുൽന അല ബിൻത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജഅൽത ലഹാ മിസ്ല ഹൗദജിൽ അറൂസ്. ഈ പുതുമണവാളൻ്റെ അറൂസിൻ്റെ ഒരു ഹൗദജ് പോലൊക്കെ ഉണ്ടാക്കിയിട്ട് റസൂലുള്ളാഹിൻ്റെ ഭാര്യമാർക്ക് പോലും അങ്ങോട്ട് കയറാൻ അനുവാദമില്ലാത്ത രൂപത്തിൽ പിന്നെ എന്താണ് നിങ്ങൾ ചെയ്തത്? അപ്പോൾ അസ്മാ റളിയല്ലാഹു അൻഹ പറയാണ് അമറത്നി അല്ലാ യദ്ഖുല അലയ്യ അഹദുൻ, എൻ്റെ അടുക്കിലേക്ക് ആരും പിന്നെ പ്രവേശിക്കേണ്ടതില്ല എന്ന് അവർ വസിയത്ത് ചെയ്തിട്ടുണ്ട്. വറഅയ്തുഹാ ഹാദല്ലദീ സനഅതുഹു വഹിയ ഹയ്യത്തുൻ. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന സംഗതി ഹൗദജൊക്കെ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പിന്നെ ചെയ്തതാണ്. ഫഅമറത്നി അൻ അസ്അഅ ദാലിക ലഹൻ, അവർക്ക് വേണ്ടി ഇത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അവർ പറഞ്ഞതാണ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഫസ്നഇ മാ അമറത ബിഹി, അങ്ങനെയാണെങ്കിൽ നീ അവർ പറഞ്ഞ വസിയത്തിൻ്റെ നടപ്പിലാക്കിക്കോ എന്ന് പിന്നെ അസ്മാ റളിയല്ലാഹു അൻഹയോട് പറയുകയും സുമ്മൻ സർഫ വഖസ്സല അലി വസ്മാ റളിയല്ലാഹു. ഇതാണ് ഹദീസിലുള്ളത്. അതല്ലാതെ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ മുഖം കാണിച്ചു കൊടുക്കരുത് എന്ന് എവിടെ പറഞ്ഞു? ഇല്ലെന്ന് മാത്രമല്ല, എന്നിട്ട് ഇയാൾ വെല്ലുവിളിക്കുന്നുണ്ട്. വെല്ലുവിളിക്കണമെന്ന് വെച്ചാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിച്ച് നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണിക്കാൻ കഴിയുമോ? ആലുസുന്നയുടെ കിതാബ്, ഒരു ലൈഫായ കിതാബാണെങ്കിൽ. എന്നാൽ കേട്ടോ, ഇബ്നു അബി ഹുബൈറ കിതാബിൽ, ഇബ്നു ഹുബൈർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബിൽ അദ്ദേഹം അൽ ഇഫ്സാഹ് എന്ന കിതാബിൽ അദ്ദേഹം പറയാണ് വഖദ് റുവി അന്ന അബൂബക്കർ ഹുവല്ലദീ സ്വല്ല അലൈഹ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് അവർക്ക് ഇമാമത്ത് നിന്ന് എന്തും ചില റിവായത്തുകളുണ്ട്. തർക്കമില്ല. മാത്രമല്ല അബൂബക്കർ സിദ്ദീഖ് എവിടെ, ഉമർ എവിടെ, എല്ലാം ഒക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് രാത്രി മറമാടിയത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിയാതിരിക്കാതെ ഫാത്തിമ റളിയല്ലാഹു അൻഹു വസിയത്താണ്. എന്നെ മരിച്ചാൽ എന്ത് ചെയ്യണം? വേഗത്തിൽ മറമാടണം എന്നത് ഫാത്തിമ റളിയല്ലാഹു അൻഹു വസിയത്താണ്. മാത്രമല്ല അത് പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതവിടെ തസത്തുറിൻ്റെ ഭാഗമാണ്. അവിടെ ഭൗതിക ശരീരം എന്ത് ചെയ്യേണ്ട, ആരും കാണേണ്ടതില്ല എന്ന രീതിയിൽ അത് ഇയാൾ പരിഹസിക്കുന്നുണ്ട്. അത് എവിടെ നിന്ന് കിട്ടിയതാണ്? അത് ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ ചരിത്രം എഴുതി വെച്ചിട്ടുള്ള പണ്ഡിതന്മാർ എഴുതിയിട്ട് മാത്രമല്ല ഇബ്നു ഹജർ അസ്ഖലാനി ഫത്തുൽ ബാരി വളരെ കൃത്യമായി കൊണ്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ പിന്നെ രാത്രി മറമാടീനെ പിന്നെ തെറ്റിദ്ധരിപ്പിക്കുക, അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മയ്യിത്ത് നിസ്കരിച്ചിട്ടില്ല എന്ന് പറയാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുക്ക് മയ്യിത്ത് നിസ്കരിക്കുകയും സഹാബത്തൊക്കെ മയ്യിത്ത് നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല ഇപ്പോൾ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോൾ ഇപ്പോൾ ഒരാൾ ചോദിക്കുക ജാബിർ റളിയല്ലാഹു അൻഹു മയ്യിത്ത് നിസ്കരിച്ച ഹദീസ് ഉണ്ടോ? അതുപോലെ തന്നെ അബൂ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്ക് മയ്യിത്ത് നിസ്കരിച്ചിട്ടുണ്ടോ? അവിടെ ഒരു മയ്യിത്ത് റസൂലുള്ളാഹിൻ്റെ മകൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ മാത്രമല്ല അബൂബക്കർ സിദ്ദീഖും ആയിഷയാണ് അവിടെ ആദ്യം എത്തിയത്. എന്നിട്ട് പേര് പറയുന്നത് അബൂബക്കർ സിദ്ദീഖ് അത് അറിഞ്ഞിട്ടില്ല എന്നൊക്കെ കളവ് പറയുന്നുണ്ട്. അപ്പോൾ ഈ വൈരുദ്ധ്യങ്ങളും ഈ കളവുകളും അല്ലാതെ ഇതിൽ യഥാർത്ഥത്തിൽ ഇവിടെ അഹ്ലുസുന്നയുടെ വാദത്തെ തകർക്കാനും ഇവിടെ സഹാബത്തിനെ ക്രൂരന്മാരായി ചിത്രീകരിക്കാനൊന്നും ഏതായാലും നടക്കാൻ പോകുന്നില്ല. അതൊക്കെ തനിച്ച കളവുകളാണ് എന്ന് മാത്രമാണ് വിഷയത്തിൽ പറയാനുള്ളത്. ഇതൊക്കെ ഇത്തരത്തിലുള്ള കഥകളും ചരിത്രങ്ങളൊക്കെ വളച്ചൊടിച്ച് അസത്യങ്ങളും വാസ്തവവിരുദ്ധമായ കാര്യങ്ങളൊക്കെ കൂട്ടിക്കുവച്ച് സംസാരിക്കുമ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിന് തന്നെ അറിയാം. അതൊക്കെ അഹ്ലുസുന്നയുടെ ഗ്രന്ഥങ്ങളില്ലാത്തതും കട്ടുമുറിച്ചതും ഞാൻ വളച്ചൊടിച്ചതൊക്കെയാണെന്ന്. എന്നിട്ട് അദ്ദേഹം അവസാനം പറയുന്നൊരു വാചകമുണ്ട്, ഇതൊക്കെ ഈ ചരിത്രങ്ങളൊക്കെ നിങ്ങൾ നോക്കിയാൽ എന്ത് ചെയ്യില്ല, ആ രീതിയിലൊന്നും കാണൂല. ഇതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അഹ്ലുസുന്നയുടെ ആളുകൾ എഴുതിയ ഗ്രന്ഥങ്ങൾ വായിക്കണം. എന്നിട്ട് സുലൈം എന്ന് പറഞ്ഞൊരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം ഭയങ്കര താബി പണ്ഡിതനാണ്, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കണം എന്നെല്ലാം പറഞ്ഞ് ഒരു ഉപദേശം കൂടി അദ്ദേഹം ഈ വിഷയത്തിൽ നമുക്കൊരു മാർഗനിർദ്ദേശം എന്നുള്ള നിലക്ക്, പഠനത്തിനൊരു മാർഗനിർദ്ദേശം എന്നുള്ള നിലക്ക് തരുന്നുണ്ട്. അതുകൂടി കേട്ട് ആരാണ് സുലൈം, എന്താണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്നെല്ലാം ഉസ്താദ് വിശദീകരിക്കും. ഇൻഷാ അല്ലാഹ് കേൾക്കാം. മുസ്ലിയാക്കന്മാർ പഠിക്കണം. ദർസിൽ പറയുന്ന ഫാലു ഈ പറയപ്പെടുന്ന മുആവിയയും സംഘവും എഴുതി വെച്ച കള്ളങ്ങളല്ല പഠിക്കേണ്ടത്. സുലൈമിനെ പോലുള്ള അലി ഇബ്നു അബി താലിബിൽ നിന്നും മിഖ്ദാദിൽ നിന്നും അബൂദറിൽ നിന്നും സൽമാനിൽ നിന്നും ഒക്കെ കേട്ട് ഒത്തുനോക്കി പരിശോധിച്ച് ശരിയാണെന്ന് ബോധ്യപ്പെട്ടത് മാത്രം എഴുതി വെച്ച കിതാബുണ്ട്. അതിൽ നോക്ക് എങ്ങനെ ഫാത്തിമ ബീവി മരിച്ചതെന്ന്. അപ്പോൾ ഇയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഫാലു പഠിച്ചാൽ പോരാ. പിന്നെ സുലൈം ബിൻ ഖൈസ് ഹിലാലി എന്ന് പറയുന്ന ഒരു താബിയുണ്ട്. അയാൾ എഴുതിയിട്ടുള്ള കിതാബ് സുലൈമുണ്ട്. കിതാബ് സുലൈം ബിൻ ഖൈസ് ഹിലാലിൻ്റെ അത് വായിക്കണം. അപ്പോൾ അതെന്താ വെച്ചാൽ ഇത് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇതുകൊണ്ടാണ് നമ്മൾ ഹെഡിങ് ഇട്ടതെന്ന് വെച്ചാൽ ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ
മരണവും ഷിയാ കുപ്രചരണങ്ങളും. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ ഞാൻ അഹ്ലുസുന്നൻ്റെ കിതാബ് ഇയാൾ ഉദ്ധരിച്ചൊക്കെ തട്ടിപ്പാണ്, നമ്മളിവിടെ തെളിയിച്ചല്ലോ. കാരണം മുസന്നഫിൻ്റെ അബി ഷൈബയിലും ഇല്ല, അപ്പോൾ തന്നെ തൊബരിയിലുണ്ടെന്ന് പറഞ്ഞ് തൊബരിയില്ലാത്ത വായിച്ചു, അതൊക്കെ നമ്മളിവിടെ പൊളിച്ചു. ഇനിയിപ്പോൾ ആകെ ഇയാൾ വായിക്കാൻ പറഞ്ഞത് എന്താ വെച്ചാൽ സുലൈം ബിൻ ഖൈസുൽ ഹിലാലിൻ്റെ കിതാബുണ്ട്, കിതാബ് സുലൈം ബിൻ ഹിലാൽ. ഇത് വായിച്ചാൽ ചിലപ്പോൾ അതിലുണ്ടാവും. കാരണം എന്താ വെച്ചാൽ സുന്നയുടെ ഇമാമാണ് അഹ്ലുസുന്നൻ്റെ ഇമാമല്ല, അതിന് ഇയാൾ ഷിയാക്കളുടെ കിതാബ് വായിക്കണം. ഷിയാക്കളുടെ ബർക്കിയുടെയും തൂസിയുടെയും ഇബ്നു നദീമിൻ്റെയും കിതാബ് വായിച്ചാൽ കാണാം അവർ പറയുന്നത് ഇത് ഞങ്ങളുടെ ഇമാമാണ്. ആര്? ഈ സുലൈം ബിൻ ഖൈസ് ഹിലാലി എന്ന് പറയുന്ന ആൾ ആരുടെ ഇമാമാണ്? ഷിയാക്കളുടെ. ഷിയാക്കളുടെ പിന്നെ ഷിയാക്കളുടെ കിതാബുകൾ ഒന്നാമതായിക്കൊണ്ട് എഴുതപ്പെട്ട കിതാബാണ് സുലൈമിൻ്റെ കിതാബ്. ഇയാൾ തനിച്ച ഷിയാണ്. ഇയാൾ പറഞ്ഞ അലി റളിയല്ലാഹുവിൻ്റെ ശിഷ്യനാണ്. അലി റളിയല്ലാഹുവിൻ്റെ സൈന്യത്തിൽ നിന്ന് തന്നെ ഷിയാക്കളുണ്ടായത്. ഷിയാത്തു അലി എന്ന പേരിലാണ് അലി ഷിയാക്കളുണ്ടായിട്ടുള്ളത്. ഇയാൾ കൂഫക്കാരനാണ്. റസൂൽ പറഞ്ഞു ഹുനാക്ക സിലാസിൽ ഉൽ ഫിത്തൻ എന്ന് പറഞ്ഞ ആ കൂഫക്കാരനാണ്. എന്നിട്ട് ഇയാൾ അവസാനം അഭയം തേടിയെടുക്കാൻ പേർഷ്യയിലേക്കാണ്. രണ്ടുപേരെ നാടാണ്. മാത്രമല്ല ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ദുരൂഹമായ, ഇപ്പോൾ ഈ പിന്നെ അബ്ദുല്ലാഹിബിൻ സബദിനെ പോലെയുള്ള ഒരു ദുരൂഹമായ വ്യക്തിത്വമാണ് ഷിയ, പിന്നെ തനിച്ച റാഫിദിയായിട്ടുള്ള തനിച്ച ഷിയയായിട്ടുള്ള സുലൈം ബിൻ ഖൈസ് അൽ ഹിലാലിയാണ് കിതാബ് പിന്നെ സുലൈം എന്ന് പറയുന്ന കിതാബ് എഴുതിയിട്ടുള്ളത്. ആ കിതാബിൽ നിങ്ങൾ പറഞ്ഞൊക്കെ ഉണ്ടാവും. അത് നിങ്ങളെടുത്ത് തോട്ട് കിട്ടുകയെന്നല്ലാതെ അഹ്ലുസുന്നൻ്റെ പരിസരത്തേക്കോ അല്ലെങ്കിൽ കേരളത്തിലെ സുന്നി പിന്നെ അഹ്ലുസുന്നൻ്റെ ഇതിക്കോ എന്ത് ചെയ്യണ്ട, നിങ്ങൾ കൊണ്ടുവരണ്ട. അത് നിങ്ങൾക്ക് പറ്റിയ കിതാബ്. അതിൽ സഹാബത്തിനെ പറ്റി ഒരുപാട് ചീത്തേണ്ടത് മാത്രമല്ല, അതിൽ വിശുദ്ധ ഖുർആൻ തഹരീഫ് നടന്നിട്ടുണ്ട് വരെ ഉണ്ട്. വിശുദ്ധ ഖുർആനിൽ പിന്നെ ഇപ്പോൾ ഷിയാക്കൾ പറയുന്നുണ്ട് അബൂബക്കർ സിദ്ദീഖും ഉമർ ബിൻ ഖത്താബും അതുപോലെ തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഖുർആൻ മാറ്റി എന്ന് പറഞ്ഞു. അതിലാദ്യം പറഞ്ഞ കിതാബിലാണ്. ഈ കിതാബാണ് ഇപ്പോൾ ഇയാൾ വായിക്കാൻ പറഞ്ഞത്. ഫാല പറഞ്ഞു പോലെ ഈ കിതാബ് വായിക്കണം. എന്നാൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് മുൻകറുൽ ഹദീസ് തറക്കന്നാസ് ഹദീസഹു. ഇയാൾ ആദ്യകാലത്ത് ജീവിച്ചിട്ടുണ്ട് ശരിയാണ്, പക്ഷെ ആദ്യകാലത്തിൽ ജീവിച്ചവരൊക്കെ നല്ലവരല്ലല്ലോ. അതുകൊണ്ടാണ് സലഫു സ്വാലിഹ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായല്ലേ? ഇയാളുടെ ഹദീസ് മുഴുവൻ പണ്ഡിതന്മാരും പിന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇമാം റാസിയും പിന്നെ അതുപോലെ തന്നെ നസയും ദാറഖുദ്നിയൊക്കെ പറഞ്ഞിട്ടുള്ളത് വഹു മത്രൂക്ക്, അദ്ദേഹം തള്ളപ്പെടേണ്ട റാവിയാണ്. മാത്രവുമല്ല അദ്ദേഹം കളവ് മാത്രം പറയുകയും ഒരുപാട് മജ്ഹൂലിങ്ങളായിട്ടുള്ള ഒരുപാട് ജഹാലത്തുകൾ കെട്ടിയുണ്ടാക്കുകയും ചെയ്തിട്ടുള്ള ആളാണെന്ന് അഹ്ലുസുന്നയുടെ ഇമാമികൾ പരിചയപ്പെടുത്തുകയും അതേസമയം ഷിയാക്കളായിട്ടുള്ള തൂസിയെ പോലെയുള്ള ആളുകൾ ഞങ്ങളുടെ ഇമാമാണ് എന്ന് പരിചയപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ആളാണ് സുലൈം ബിൻ ഖൈസ് അൽ ഹിലാലി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചിത്രം വ്യക്തമാണ്. അപ്പോൾ ഈ പറയപ്പെട്ട പാള കിതാബ് ഷിയ പാള കിതാബിൽ നിന്ന് കൊണ്ടുവന്ന വാചകങ്ങൾ ഇവിടെ അഹ്ലുസുന്നയുടെ കിതാബിലുണ്ടെന്ന് വിചാരിപ്പിച്ച് ആളുകൾ തെറ്റിദ്ധരിപ്പിച്ച് പറയാം. അതേതായിരുന്നു ഒരു കാര്യം കൂടി പറയാണ്, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരും ദായിമാരും ഇവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഈ കേരളത്തിൻ്റെ മണ്ണിൽ ഷിയായിസം വളമ്പാൻ അത്ര എളുപ്പത്തിൽ സാധിക്കുകയില്ല എന്ന് മാത്രമേ ആ വിഷയത്തിൽ പറയാനുള്ളൂ. ഇവിടെ നമ്മൾ ചരിത്രത്തിൽ കണ്ട ഒരു ആവർത്തനമാണ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ തങ്ങളുടേതായ ആശയങ്ങളും ആദർശങ്ങളൊക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടി ചരിത്ര യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിച്ചും കട്ടുമുറിച്ചും തങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുക, അതല്ലെങ്കിൽ ഓരോ ഗ്രന്ഥങ്ങൾ പറയാൻ എന്നിട്ട് അവനവന് തോന്നുന്ന രീതിയിൽ ആദർശങ്ങൾ വിളമ്പുക എന്നുള്ളത് നമ്മളിവിടെ കണ്ടു. അപ്പോൾ ഈ ചരിത്ര സത്യങ്ങളെ വളച്ചൊടിക്കുക എന്നുള്ളത് പാരമ്പര്യമായ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ചെയ്തു പോരുന്ന ഒരു സംഗതിയായിട്ടാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ പിന്നെ ഈ അവിശ്വാസികൾ അള്ളാഹുവിൻ്റെ ദീനിനെ ഊതിക്കെടുത്താനാണ് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതാണ് ശരിക്കും നമ്മളിവിടെ കണ്ടതും. ഇവിടെ നമ്മളിപ്പോൾ ഈ വിശകലനം ചെയ്തത് ഇയാളുടെ തനി രൂപമാണ്, അഥവാ ആശയരൂപമാണ് നമ്മൾ വിശകലനം ചെയ്തത്. ശുദ്ധ ഷിയായിസം ഇവിടെ പ്രചരിപ്പിക്കുക എന്നല്ലാത്ത ഒരു അജണ്ടയും ഇയാൾക്കില്ല. ഇത് ഇയാളെ തൊട്ട് ജനങ്ങൾ ജാഗ്രത കൈവരിക്കണം എന്ന് നമ്മൾ അടിവരയിട്ട് പറയണം. മാത്രവുമല്ല ചരിത്രം നമ്മളിങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ വ്യതിയാന കക്ഷികളും ചരിത്രത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് കാര്യം സാധിക്കാൻ നോക്കിയവരാണ്, എല്ലാ വ്യതിയാന കക്ഷികളും. അത് നമുക്ക് സംശയമില്ലാതെ ഉറപ്പിക്കാവുന്നൊരു കാര്യമാണ്. അതിൻ്റെ വലിയ ഉദാഹരണമാണ് ഇയാൾ. ഇപ്പോൾ പിന്നെ ഷിയാക്കൾ, ഖവാരിജുകളും ഷിയാക്കളും യഥാർത്ഥത്തിൽ അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഇങ്ങനെയുള്ളവരെ കൂട്ടുപിടിച്ചിട്ടാണ് അവരെ കാര്യം സാധിച്ചത്. അവരെ പിൻപറ്റി വന്ന പിന്നെ ഇപ്പോൾ കേരളത്തിലെ നമ്മുടെ സമസ്ത പുരോഹിതന്മാരടക്കമുള്ളവർ നോക്കുകയാണെങ്കിൽ ഈ
ഷിയാക്കൾ ഇത്തരം പ്രമുഖരായ സ്വഹാബികളുടെ മറവിൽ എന്തൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ എന്ത് ചെയ്യുന്നു, മുദബ്ബിറുൽ ആലം അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പ്രചരിപ്പിക്കുന്നു. അതേപോലെ ഇപ്പോൾ സൂഫികളെടുത്ത് നോക്കിയാൽ സ്വഹാബികളിലും താബീങ്ങളൊക്കെ ഉള്ള നല്ല സാഹിത്യങ്ങളായിട്ടുള്ള ഇപ്പോൾ ഹസനുൽ ബസരി റഹിമഹുല്ലയെ പോലെ ഇങ്ങനെയുള്ളവരെ പേരിൽ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുക. അപ്പോൾ ഇത് ശരിക്കും എന്താ വെച്ചാൽ വ്യതിയാന കക്ഷികളുടെ ഒരു സ്ഥിരം സ്വഭാവമാണ്. ഇനി ഇവിടെ ഇത് കേൾക്കുന്ന സാധാരണക്കാർ അടിവരട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ മുന്നിൽ വെച്ചുകൊണ്ട് അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമ അവരെ പ്രതികളാക്കിയിട്ടാണല്ലോ ഇതൊക്കെ ഇയാൾ പറഞ്ഞു പരത്തിയത്. ശരിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിന് സാക്ഷികളായ സ്വഹാബികൾ ഉണ്ടാവുമല്ലോ. ആരാണ് ഇതിന് സാക്ഷികളായ എത്ര സ്വഹാബികൾ, അവരിൽ ആരാണ് ഇതിന് സാക്ഷികളായിട്ടുള്ളത്? അപ്പോൾ വെറും കളവുകൾ ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുക എന്നല്ലാതെ ഒന്നും ഇയാളെപ്പോലുള്ള ആളുകൾക്ക് ചെയ്യാനില്ല. അതുകൊണ്ട് ഇസ്ലാമിനെ വികലമാക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും തുനിഞ്ഞിറങ്ങിയ ഇത്തരം ആളുകൾ അവർ തീർത്തും ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ്. എത്ര ആയത്തോതിയാലും എത്ര കിതാബുകൾ പറഞ്ഞാലും എത്ര ആളുകളെ പേര് പറഞ്ഞാലും അവർക്കൊരിക്കലും ഇസ്ലാമിൻ്റെ അഹ്ലുസുന്നയുടെ യഥാർത്ഥ വക്താക്കളായി പിന്നെ രംഗത്ത് വരാൻ കഴിയില്ല എന്നതാണ് ഇതൊക്കെ തെളിയിക്കുന്നത് എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. മാഷാ അല്ലാഹ്, തലനാരിയെ കീറി നമ്മുടെ ഉസ്താദുമാർ പ്രമാണബദ്ധമായിക്കൊണ്ട് വൈജ്ഞാനികമായിട്ടാണ് വിശദീകരിച്ചിട്ടുള്ളത്. സത്യാന്വേഷികൾക്ക് തീർച്ചയായിട്ടും ഒരു മുതൽക്കൂട്ടാവും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കൂടുതൽ അറിയാനും പഠിക്കുവാനും അങ്ങനെ അറിഞ്ഞു പഠിച്ച അഹ്ലുസുന്നയുടെ മാർഗത്തിൽ ഏറ്റവും നല്ല ആദർശം സ്വീകരിച്ച് മുന്നോട്ട് പോകുവാനുമുള്ള മഹാ തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.